ഗ്രേസ് ടൈമിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. പിന്നെ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവത്താൽ ഒരുക്കപ്പെടുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ വളരെ ആഴമായ ദൈവിക സ്പർശനങ്ങൾ കർത്താവ് നിങ്ങളിലേക്ക് അയക്കുവാൻ പോകുന്നു. ഇന്ന് 2 ഗുഡ് ന്യൂസ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമത്തെ ഗുഡ് ന്യൂസ് പറയുന്നത്, ആദ്യമായിട്ട് നമുക്ക് ഗ്രേസ് ടൈമിൻ്റെ ഒരു എപ്പിസോഡ് പുറത്തുനിന്ന് ഒരാൾ നമുക്ക് ഹെൽപ്പ് ചെയ്ത് ഇന്ന് ടെലികാസ്റ്റ് ചെയ്യുവാൻ ദൈവത്താൽ അവസരം ഉണ്ടായിരിക്കുകയാണ്. ഈ ആരംഭ മിനിറ്റിൽ ഞാൻ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്ലാമൂട്, ട്രിവാൻഡ്രത്ത് പ്ലാമൂട് തോമസ് ലിസി, ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവർ ഈ ആഴ്ചത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. കർത്താവെ, തോമസ് ബ്രദറിനായിട്ട് ലിസി സിസ്റ്റർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഈ ലോകമെമ്പാടും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഞങ്ങൾ ഒരുമിച്ച് തോമസ് ബ്രദറിനായി, ലിസി സിസ്റ്റർക്കായി, ദൈവം അവർക്ക് കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കുടുംബത്തെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അതങ്ങനെ ആയി മാറട്ടെ. ആമേൻ. ട്രിവാൻഡ്രത്ത് ശക്തമായ ദൈവിക ഉണർവിൻ്റെ ചലനങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തമിഴ്നാട്ടിലെ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തിരുമലയിൽ പാസ്റ്റർ എലീഷയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിലാണ് തിരുമലയിലുള്ളത്. തിരുമലയിൽ നടന്ന ക്രൂസൈഡിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങൾ കാണുവാനായി പോകുന്നു. ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം, യേശു ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ ബെൽസബൂലിനെയും കൊണ്ട്, ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂലിനെയും കൊണ്ട് യേശു ഭൂതത്തെ പുറത്താക്കുന്നു എന്ന് ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിൻ്റെ ശുശ്രൂഷയെ വിമർശിച്ചപ്പോൾ കർത്താവ് അവർക്ക് കൊടുക്കുന്ന മറുപടിയോട് ബന്ധപ്പെട്ടുള്ളതാണ് ഇന്ന് നമ്മൾ ദൈവരാജ്യത്തിൽ കേൾക്കാൻ പോകുന്ന പ്രത്യേക മെസ്സേജ്. ദൈവരാജ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല ഇന്ന് ഈ മെസ്സേജിലൂടെ പരിശുദ്ധാത്മാവ് തുറന്നു തരികയാണ്. ഈ സെഗ്മെന്റ് ഒരു സ്ഥാനം ഉറപ്പുവരുത്തി വേഗത്തിലിരുന്ന് കേൾക്കുവാനായി തയ്യാറാവുക. ഒരുപാട് അതിശയങ്ങൾ കർത്താവ് അവിടെ ചെയ്തു. ചിലത് ഈ ആഴ്ച നമ്മൾ കാണും. തുടർമാനമായിട്ട് നമ്മളത് കേൾക്കാനായി പോകുന്നു. ഈ എപ്പിസോഡിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. മറ്റൊന്നുമല്ല നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, ഇത്രയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ദൈവരാജ്യത്തിൻ്റെ ഐശ്വര്യം വരുമ്പോൾ വന്നണയുന്ന ഐക്യതയിലൂടെ സംഭവിക്കുന്ന ദൈവിക വിടുതലുകൾ. പിശാചിന്റെ രാജ്യത്തിന്റെ വളർച്ച ഐക്യതയിലാണെങ്കിൽ, ദൈവരാജ്യത്തിന്റെ വളർച്ച സാത്താന്യ രാജ്യത്തിന്റെ ഐക്യതയെ തകർക്കുന്ന ഒരു വലിയ ഐക്യതയിലാണ്. ആ ഐക്യതയുടെ ആത്മാവിന്റെ ആ മെസ്സേജിലേക്ക് നമ്മൾ ഒരുമിച്ച് മൂവ് ചെയ്യുന്നു. ഞാൻ നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ ബെൽസബൂലിനെ കൊണ്ട് ഭൂതത്തെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ എന്നോട് പറയുന്നു. ഓക്കെ, ഇപ്പൊ പിശാചിനോട് അല്ലെങ്കിൽ ഈ സംസാരിച്ചവരോട് കർത്താവ് ചോദിക്കുന്ന ഒരു പ്രധാന പോയിന്റ് ശ്രദ്ധിച്ചു കേൾക്കുക. സാത്താൻ എങ്ങനെ സാത്താനെ പുറത്താക്കും? പിശാച് എങ്ങനെ പിശാചിനെ പുറത്താക്കും? പിശാചിനെ പുറത്താക്കാൻ പറ്റുമോ? എന്നിട്ട് കർത്താവ് അവിടെ പറയുന്ന 2 വാക്യങ്ങളൂടെ ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. അവൻ അവരെ അടുക്കൽ വിളിച്ച് ഉപമകളായി പറഞ്ഞത്, സാത്താനെ പുറത്താക്കുവാൻ എങ്ങനെ കഴിയും? എങ്ങനെ പുറത്താക്കാൻ കഴിയും? പിശാച് ഒരിക്കലും പിശാചിനെ പുറത്താക്കാറില്ല. അതാ കർത്താവ് അവിടെ പറഞ്ഞ ആശയം. പിശാച് ഒരിക്കലും പിശാചിനെ പുറത്താക്കാറില്ല. പിശാചുക്കൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റിൽ മാറി നിന്നും തിരിഞ്ഞു മറിഞ്ഞൊക്കെ വരാറുണ്ടെങ്കിലും ആരെയും പുറത്താക്കാറില്ല. എന്ന് പറഞ്ഞാൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നത് പുറത്താക്കുകയാണ്. യേശു ചെയ്യുന്നത് ഭൂതത്തെ വെച്ചോണ്ടിരിക്കുകയല്ല, വേറൊരു ഭൂതത്തെ കയറ്റിയിട്ട് വിടുതൽ അയക്കുകയല്ല. യേശു ചെയ്യുന്നത് ഭൂതങ്ങളെ പുറത്താക്കിയിട്ട് വിടുതൽ കൊടുക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുള്ള വിടുതലാണ് യേശു കൊടുത്തോണ്ടിരിക്കുന്നത്. ഇവിടെ 24, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ആ രാജ്യത്തിന് നിലനിൽപ്പാൻ കഴിയുകയില്ല. ആദ്യം യേശു ഒരു രാജ്യത്തിൻ്റെ ഉദാഹരണം പറയുന്നു. പിന്നീട് യേശു ഒരു വീടിൻ്റെ ഉദാഹരണം പറയുന്നു. 25-ാം വാക്യം, ഒരു വീട് തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ആ വീടിന് നിലനിൽപ്പാൻ കഴിയുകയില്ല. എന്നിട്ട് കർത്താവ് 26-ാം വാക്യം പറയുന്നു എന്ന് കേട്ടെ, സാത്താൻ തന്നോട് തന്നെ എതിർത്ത് ഛിദ്രിച്ചുവെങ്കിൽ അവന് നിലനിൽപ്പാൻ കഴിയുകയില്ല. അവൻ്റെ അവസാനം വന്നു. അപ്പം പിശാച് ഒരിക്കലും പിശാചിനെ പുറത്താക്കാറില്ല. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെല്ലാം കർത്താവ് പറഞ്ഞിട്ട് 2 വിഷയത്തിലൂടെ നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് എന്ന് യേശു വ്യക്തമാക്കുകയാണ്. 1, ഒരു രാജ്യത്തിൻ്റെ ഉപമ. 2, ഒരു വീടിൻ്റെ ഉപമ. ഒന്ന് പറഞ്ഞേ, ഒരു രാജ്യം. എന്നാ എല്ലാവരും പറയാത്ത? ഒരു രാജ്യം, ഒരു വീട്.
ഉച്ചത്തിൽ പറ, ഒരു രാജ്യം, ഒരു വീട്. ഒരു രാജ്യത്തിന് ഒരുപാട് നിലനിൽപ്പിന് അടിസ്ഥാനപ്പെട്ട കാര്യങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ തന്ത്രങ്ങളെല്ലാം രാജ്യത്തിൻ്റെ രഹസ്യങ്ങളാണ്. ഈ രഹസ്യങ്ങൾ അറിയാവുന്നവരാണ് രാജ്യത്തിലെ പ്രധാനികൾ. ഒരു രാജ്യത്തെ വെറുതെ തകർക്കാൻ ആർക്കും കഴിയുകയില്ല. ഏതെങ്കിലും ഒരു രാജ്യം എവിടെയെങ്കിലും തകർന്നിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ലീക്കായിട്ടുണ്ട്. ഇവിടെയും കർത്താവ് പറയുകയാണ്, പിശാചിൻ്റെ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ എൻ്റെ രാജ്യത്തിൽ ഐക്യതയില്ല എങ്കിൽ ഞാൻ എങ്ങനെ അവൻ്റെ രാജ്യത്തെ തകർക്കും? ആമേൻ, ആമേൻ. ഇന്ന് പ്രധാനമായിട്ട് ഈ ഒന്നാമത്തെ രാത്രിയിൽ ഒരു വലിയ ഐക്യതയുടെ ആത്മാവ് ദൈവമക്കളുടെ ഇടയിൽ വ്യാപരിക്കണം. പിശാചിൻ്റെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ഐക്യതയിലാണ്. അതുകൊണ്ട് അതിനെ തകർക്കണമെങ്കിൽ അതിനെ വെല്ലുന്ന ഒരു ഐക്യത നമ്മുടെ ഇടയിൽ വ്യാപരിക്കണം. പിശാച് തൻ്റെ കോട്ട കെട്ടുന്നത് ഐക്യതയിലാണ്. അതിനെ മുടിക്കണമെങ്കിൽ അതിലും വലിയ ഐക്യതയുടെ ഒരു കോട്ട പണിയാൻ നിനക്ക് കഴിയണം. ഇവിടെ പിശാചിന്റെ ഒരു പ്രധാന തന്ത്രമെന്ന് പറയുന്നത് ഭിന്നതയാണ്. പറഞ്ഞാട്ടെ, ഭിന്നത. ഒച്ചത്തിൽ പറഞ്ഞാട്ടെ, ഭിന്നത. ഓരോ സ്ഥലത്തും പിശാച് കയറുമ്പോൾ നിങ്ങൾ വ്യക്തമായി കേൾക്കണമേ, അവന് കയറുവാനുള്ള വാതിലുകൾ അവൻ ഉണ്ടാക്കാറുണ്ട്. അവന് കയറുവാൻ വാതിൽ ഉണ്ടാക്കി കൊടുക്കാത്ത ഒരിടത്ത് പോലും അവന് പ്രവേശിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് FS ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതിയത്, ഡു നോട്ട് ഗീവ് റൂം ഫോർ ദ ഡബിൾ. പിശാചിന് ഇടം കൊടുക്കരുത്. അടുത്തിരിക്കുന്ന ആൾക്ക് തൊട്ട് പറ, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാച് ഇടം ഉണ്ടാക്കി എടുത്ത് കയറുകയല്ല, ഇടം കൊടുത്താലേ കയറുള്ളൂ. അതോടെ പറഞ്ഞാട്ടെ, പിശാച് ഇടം ഉണ്ടാക്കി എടുത്ത് കയറത്തില്ല, ഇടം കൊടുത്താലേ കയറത്തുള്ളൂ. എൻ്റെ സംശയം, അവന് കയറാനുള്ള ഇടമാണെങ്കിൽ ആ സംശയത്തിന്റെ പഴുതടച്ചാൽ ഇന്നവനെ പുറത്താക്കാം. അവൻ കയറുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവൻ കയറുന്നത് ചിത്രണത്തിലൂടെയാണ്. ഇന്ന് കുടുംബത്തകർച്ച അനുഭവിക്കുന്ന ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ കുടുംബങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് സാമ്പത്തികമായി വല്ലാതെ ഞെരുങ്ങുന്ന വല്ലവരും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യക്ഷമായ സാമ്പത്തിക വഴികൾ നിങ്ങൾ തുറക്കപ്പെടാൻ പോകും. ഇതെങ്ങനെയെന്നറിയാമോ? ഇന്ന് അതിന്റെ മൂല കാരണത്തെ കണ്ടുപിടിച്ച പഴുത് നമ്മൾ അടയ്ക്കാൻ പോവുകയാണ്. എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഇടം കൊടുത്താൽ, ഇടമുണ്ടാക്കി അകത്ത് കയറി കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ് ചിത്രണം ആരംഭിക്കും. ഐക്യമത്യം മഹാബലം. ഒന്നിച്ച് നിന്നാൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോവുക. ഭാര്യയും ഭർത്താവും കൂടി ഒന്ന് ഒരുമിച്ച് നിന്നാൽ വീട്ടിൽ നിന്ന് കള്ളപ്പിശാച് പടി ഇറങ്ങും. സാത്താന് സേവകാത്മാക്കളുണ്ട്. ഒന്ന് പറഞ്ഞേ, ഓരോ സേവകാത്മാക്കളുണ്ട്. പറഞ്ഞേ, ഓരോ. കടഭാരത്തിന്റെ ആത്മാവ്, കുടുംബചിത്രത്തിന്റെ ആത്മാവ്, വേറൊരു സ്ഥലത്ത് അനർത്ഥത്തിന്റെ ആത്മാവ്, വേറൊരു സ്ഥലത്ത് രോഗത്തിന്റെ ആത്മാവ്. ആ രോഗത്തിന്റെ ആത്മാക്കളിൽ തന്നെ പല നിറവുകളിലുള്ള രോഗാത്മാക്കൾ. ചിലർക്ക് ഒരു രോഗവും ഇല്ല, പക്ഷെ എന്തോ ഉണ്ടെന്നുള്ള രോഗം. ഇല്ല, സ്കാൻ ചെയ്ത് നോക്കിയ ഒരു രോഗമില്ല, പക്ഷെ എന്തോ ഉണ്ടെന്നുള്ള രോഗം. അത് കൊടുക്കുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് സ്പിരിറ്റ്സ്, അത് കൊടുക്കുന്ന പ്രത്യേക ഗ്രൂപ്പിലുള്ള രോഗാത്മാക്കൾ. ചില വീടുകളിൽ കാരണം കൂടാതെ സംശയം ഉളവാക്കുന്ന സംശയത്തിന്റെ ആത്മാക്കൾ. ഒന്ന് പറഞ്ഞേ, സംശയത്തിന്റെ ആത്മാക്കൾ. ഇതൊക്കെ കയറുമ്പോഴാണ് സംശയിക്കുന്നത്, അല്ലാതെ തനതായിട്ടൊന്നും ആർക്കും സംശയിക്കാൻ ഒക്കത്തില്ല. നമ്മളെല്ലാം നല്ല മനുഷ്യന്മാരാണ്, പക്ഷെ ഇതൊക്കെ കയറുമ്പോഴാണ് നമ്മൾ വഷളാകുന്നത്. ആമേൻ. കോപത്തിന്റെ ആത്മാവ്. പറഞ്ഞേ, കോപത്തിന്റെ ആത്മാവ്. ഉച്ചത്തിൽ പറഞ്ഞോ, കോപത്തിന്റെ ആത്മാവ്. ശാപത്തിന്റെ ആത്മാക്കൾ. ഓരോന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ശാപത്തിന്റെ ആത്മാക്കൾ, കോപത്തിന്റെ ആത്മാക്കൾ, രോഗത്തിന്റെ ആത്മാക്കൾ, ഭിന്നതയുടെ ആത്മാക്കൾ, സംശയത്തിന്റെ ആത്മാക്കൾ, ആഭിചാരത്തിന്റെ പിന്നിലെ ആത്മാക്കൾ, മന്ത്രവാദ പ്രവർത്തനത്തിന്റെ പിന്നിലെ ആത്മാക്കൾ, കലഹത്തിന്റെ ആത്മാവ്. പറഞ്ഞേ, ഈ സൈസിലുള്ള ഏത് വന്നാലും ഒരൊറ്റ നാമം മതി അതിനെ പുറത്താക്കാൻ, അത് യേശുവിന്റെ നാമം. അല്ലല്ലോ, പിശാചുക്കൾ പലതാ, പക്ഷെ ഒരൊറ്റ നാമം പറഞ്ഞാൽ മതി, സകല പിശാചും കെട്ടും. അത് യേശുവിന്റെ നാമമാണ്. ആ നാമത്തിന്റെ ശക്തിയായി ഇന്ന് ഇവിടെ വ്യാപരിച്ചോട്ടെ. അതിപ്പോ ചലിച്ചു തുടങ്ങിയ പലതോടെ അലറി തുടങ്ങും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
അപ്പൊ പറഞ്ഞു വന്നതിന്റെ സാരം, ഇങ്ങനെയുള്ള പല ആത്മാക്കളെയും കൊണ്ടാണ് പിശാച് വാണുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിശാചുക്കൾ വാണുകൊണ്ടിരിക്കുമ്പോഴാണ് ഐക്യതയോടെ ദൈവാത്മാവിനാൽ ഒരുവൻ ചെന്ന് ഇതിനെയെല്ലാം പുറത്താക്കുന്നത്. പിശാചിന്റെ രാജ്യത്തിന്റെ ഐക്യതയെ തകർക്കാൻ യേശുവിന്റെ രാജ്യത്തിന്റെ ഐക്യതയ്ക്ക് കഴിയും. യേശു വിചാരിച്ചു പരീശന്മാർ, അതുവരെ പ്രമാണത്തിന് വേണ്ടി നിന്നവർ, യേശു വരുമ്പോഴും കൂടെ നിൽക്കുമെന്ന്. കാരണം കള്ള പിശാച് അവരുടെ അകത്ത് കയറി. ഭൂതത്തെ പുറത്താക്കാൻ വിളിക്കപ്പെട്ടവരാ, അതിപരിശുദ്ധരെന്ന് നാമകരണം ചെയ്യപ്പെട്ടവരാ, ഭയങ്കര വിശുദ്ധന്മാർ, വിശുദ്ധിയുടെ എക്സ്ട്രീം തലം പറയുന്നവരാ പരീശന്മാർ. അവരെ കൂടെ നിൽക്കും ഭൂതത്തെ പുറത്താക്കാൻ എന്ന് വിചാരിച്ച് കർത്താവ് ചെന്നപ്പെടാ ഇവന്മാരുടെ മേലായി ഇപ്പൊ ഭൂതം കയറിയിരിക്കുന്നേ. കർത്താവ് അന്നേരം മുഖത്ത് നോക്കി വിളിക്കാൻ ധൈര്യപ്പെട്ടു, വെള്ള തേച്ച ശവക്കല്ലറേ. മിണ്ടത്തില്ലല്ലോ. ഹല്ലേലൂയ. കാണോ. അപ്പം കർത്താവ് അന്ന് ഇന്ന് നോക്കുന്നത് ഒരു ടീം മൂവിനെയാണ്. കർത്താവ് അന്ന് ഇന്ന് നോക്കുന്നത് ഐക്യതയോടെ കൂടെ നിൽക്കാൻ, ഒരേ ആത്മാവിൽ കൂടെ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ന് സംഭവിക്കാൻ പോകുകയാണ്. 3.5 കൊല്ലത്തിനിടയിൽ ഈ 12 പേരെ വിളിച്ചതിന്റെ ഉദ്ദേശം ഞാൻ ചിന്തിക്കുകയായിരുന്നു. കർത്താവിന് ഈ 12 പേരില്ലാതെ ശുശ്രൂഷിച്ചു കൂടായിരുന്നോ? യേശുവിന് ഭൂതത്തെ പുറത്താക്കാൻ പത്രോസിന്റെ സപ്പോർട്ട് വേണോ? യേശുവിന് ഭൂതത്തെ പുറത്താക്കാൻ ചുംബനം കൊണ്ട് അവസാനത്തെ നിമിഷം ഒറ്റി കൊടുക്കുന്ന യൂദയെ 3.5 കൊല്ലം കൊണ്ട് നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? യേശുവിന് ഭൂതത്തെ പുറത്താക്കാൻ ബീലിപ്പോസോ തോമസോ മറ്റ് ശിഷ്യന്മാരാരേലും വേണോ? വേണ്ട. അവരെല്ലാം ഉരുട്ടിയിട്ട് പിടിച്ചിട്ടും ഭൂതം പോയില്ലല്ലോ. യേശുവിനല്ലേ ഭൂതത്തെ പുറത്താക്കാൻ അധികാരം ഉണ്ടായിരുന്നു. യേശു അല്ലേ ഭൂതത്തെ പുറത്താക്കിയത്. പിന്നെ എന്തിനാ ഇവരെ കൂടെ കൊണ്ട് നടന്നേ? ഐക്യതയോടെ നിന്നാൽ എന്ത് നടക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയാ കൊണ്ട് നടന്നേ. 3.5 കൊല്ലം അത് നടന്നില്ല, പക്ഷെ ഇന്നത് നടക്കും. എത്ര പേർക്ക് മനസ്സിലായാവോ? 3.5 കൊല്ലം അത് നടന്നില്ല, പക്ഷെ ഇന്നത് നടക്കും. ഞാൻ വിശ്വസിക്കുക ഇന്നത് നടക്കും. Wait for the power of the Lord. Unless you receive the power of the Holy Spirit, you will not be my disciple. If you receive the Holy Spirit, you shall be my disciples. You shall be my witnesses. നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യന്മാരാകാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് എൻ്റെ മാർട്ടിയേഴ്സ് ആകാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ഭൂമിയുടെ അറ്റത്ത് പോയി ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനും കഴിയത്തില്ല. അപ്പൊ കഴിയണമെങ്കിൽ വലിയൊരു ഐക്യതയുടെ ആത്മാവ് വ്യാപരിക്കണം. ഒരുമിച്ച് നിന്നാൽ പല കാര്യങ്ങൾ നടക്കും. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്നാൽ വീട്ടിൽ പല കാര്യങ്ങൾ നടക്കും. സഭയും പാസ്റ്ററും ഒരുമിച്ച് നിന്നാൽ സഭയിൽ പല കാര്യങ്ങൾ നടക്കും. എന്നാൽ അതിനിടയിൽ ഭിന്നതയിടുന്നത് ആരുണ്ടോ അതിന്റെ മേലിന്ന് നമുക്ക് ജയമുണ്ട്. കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു. ഒരു തരത്തിലും ഐക്യതയെ തകർക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഓ ജീസസ്. അപ്പോൾ തന്നെ പക്ഷേ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം കണ്ടത് ശിഷ്യന്മാരുടെ ഇടയിൽ ഈ ഭയങ്കര ഐക്യതയാണ്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് സൗഖ്യങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി. പത്രോസ് യോഹന്നാനും കൂടെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് വെച്ച് സൗഖ്യം നടക്കാൻ തുടങ്ങി. കാരണം എന്താണെന്നറിയോ? അവരുടെ ഐക്യതയ്ക്കകത്ത് അത്ഭുതമുണ്ട്. പിശാചിന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പ് ഭയങ്കര ഐക്യതയിലാണ്. അപ്പൊ അവനെ തകർക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഏറ്റവും നല്ല തന്ത്രം എന്ന് പറയുന്നത്, ഏത് ഐക്യതയിൽ അവൻ ഇങ്ങോട്ടടിക്കുന്നോ അതേ ഐക്യത നീ വെറുതെ നിന്നാ മതി. വലിയ രൂപാന്തരങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാഭിഷേകം വന്നപ്പോൾ അവിടെ ഭിന്നതാഭിപ്രായങ്ങളില്ലായിരുന്നു. 11 പേരുടെ നടുവിൽ പത്രോസ് എഴുന്നേറ്റ് നിന്നപ്പം മറ്റവൻ തോണ്ടിട്ട് ഇരിക്കണ അവിടെ ഞാൻ നന്നായിട്ട് പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞില്ല. ഐക്യതയോടെ നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും. പത്രോസെ, യാക്കോബെ, യോഹന്നാനെ, ഐക്യതയോടെ നിന്നാൽ എന്തൊക്കെ നടക്കുമെന്ന് യേശു ഈ കാലഘട്ടത്തിൽ തെളിയിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി സാത്താന്റെ രാജ്യത്തെ തിരുമലയിൽ തകർക്കണമെങ്കിൽ, തിരുവനന്തപുരത്ത് തകർക്കണമെങ്കിൽ, നിന്റെ വീട്ടിൽ തകർക്കണമെങ്കിൽ, നിന്റെ സഭയിൽ തകർക്കണമെങ്കിൽ ഒരു വലിയ ഐക്യതയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഇന്നിവിടെ ഐക്യതപ്പെടാൻ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തീരുമാനിച്ചപ്പോ തന്നെ ആ വീട്ടിൽ നിന്ന് കള്ള പിശാച് കെട്ടുകെട്ടിക്കൊണ്ടിരിക്കുക. അമ്മയും മക്കളും കൂടെ ഒരുമിച്ച് തീരുമാനിച്ചു, ഇനി നമ്മുടെ ഇടയിൽ ഐക്യത ഇല്ല, പിശാചാണ്ട് നിലവിളിച്ചോടുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു വലിയ സ്പിരിറ്റ് ഓഫ് യൂണിറ്റി യേശുവിന്റെ മേലുണ്ട്. അത് നിങ്ങളുടെ മേലേക്ക് ഇന്ന് കർത്താവ് പകരുകയാണ്. ഒരൈക്യതയുടെ ആത്മാവ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒരു ഐക്യതയുടെ ആത്മാവ്. ഒച്ചത്തിൽ പറഞ്ഞേ.
അവരേകാത്മാവിൽ നിൽക്കൊണ്ട് അവരെ ഒരേ ധൈര്യത്തോടെ നിൽക്കുന്നത് കണ്ട് ഇവർ പഠിപ്പില്ലാത്തവരാ, ഇവർക്ക് പഠിപ്പൊന്നുമില്ല. പക്ഷെ ഐക്യത കണ്ടപ്പോ അവിടെ ഉരുകാൻ തുടങ്ങി. ഐക്യത കണ്ടപ്പോ അവിടെ ഉരുകാൻ തുടങ്ങി. കാരാഗ്രഹത്തിന്റെ അടിത്തറയെ കർത്താവ് അടക്കാൻ തയ്യാറായി. ഇളക്കി ഭൂകമ്പം ഉണ്ടാക്കി പുറത്തു കൊണ്ടുവരാൻ കർത്താവ് തയ്യാറാ. ദൈവം എന്തും ചെയ്യാൻ തയ്യാറാ. പക്ഷെ ആ രാജ്യത്തെ തകർക്കുന്ന ഒരു ഐക്യത പ്രത്യക്ഷമായി വെളിപ്പെടേണ്ടതുണ്ട്. ഇന്നത് വെളിപ്പെട്ടാൽ ചിലത് സംഭവിക്കും. ഇന്ന് എവിടെ അത് വെളിപ്പെടുന്ന അവിടെ സംഭവിക്കും. എവിടെയൊക്കെ ദൈവജനം ഒരുമനപ്പെട്ടോ അവിടെ എല്ലാ അതിശയങ്ങളും നടന്നിട്ടുണ്ട്. ഐക്യതയ്ക്ക് വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി കുടുംബജീവിതങ്ങളിലേക്ക് അയക്കുന്ന ഒരു പ്രധാന ആത്മാവാണ് സംശയത്തിന്റെ ആത്മാവ്. ഐക്യതയ്ക്ക് വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി അയക്കുന്ന മറ്റൊരാത്മാവാണ് കോപത്തിന്റെ ആത്മാവ്. എങ്ങനെയെങ്കിലും ഒരു വിള്ളൽ ഉണ്ടാക്കിയാലേ അകത്ത് കയറാൻ കഴിയത്തുള്ളൂ എന്നറിഞ്ഞ പിശാച് വിള്ളൽ ഉണ്ടാക്കാൻ ഓരോ ആത്മാക്കളെ അയച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഐക്യതയോടെ നീയും ഞാനും ഒന്ന് എഴുന്നേറ്റ് നിന്നാലുണ്ടല്ലോ, അയക്കുന്നതെല്ലാം തിരിച്ചു പോകുന്നല്ലാതെ ഒന്നും അകത്ത് കയറത്തില്ല. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ഐക്യത ഇന്ന് വെളിപ്പെടട്ടെ. ദേഹവും ദേഹിയും ആത്മാവും കൂടെ ഐക്യപ്പെടട്ടെ. കണ്ണും കൈയും നാവും കൂടെ ഐക്യപ്പെടട്ടെ. ഒരുപാട് മേഖലകളിൽ വിടുതൽ വ്യാപരിക്കണം യേശുവിന്റെ നാമത്തിൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആ പട്ടണം എത്ര വലിയ മന്ത്രവാദത്തിന്റെ കൂടായിക്കോട്ടെ, ആ പട്ടണം എത്ര വലിയ ആഭിചാരത്തിന്റെ കേന്ദ്രമായിക്കോട്ടെ, നീ ചെന്നിരിക്കുന്ന ഇടം ബന്ധനത്തിന്റെ കൂടായിക്കോട്ടെ, പക്ഷെ ഐക്യതയോടെ നീ കാല് ചവിട്ടുമ്പോൾ തന്നെ അവിടെ നിലവിളി ഉയരാൻ തുടങ്ങും. ഏത് നാണയം കൊണ്ട് പിശാച് നിന്നോട് അടിച്ചോ അതിന്റെ മറ്റേ വശം കൊണ്ട് നീ അവനെ തിരിച്ചടിക്കാൻ പോകുകയാണ്. ഭിന്നത കൊണ്ട് അവൻ നിന്നെ തകർത്തെങ്കിൽ ഐക്യത കൊണ്ട് നീ അവനെ തകർക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് ഐക്യതപ്പെടാൻ നീ തീരുമാനമെടുത്ത് നിന്റെ വീടിന്റെ കട്ടളപ്പടിമേൽ കാല് ചവിട്ടുമ്പോൾ തന്നെ, ഇന്ന് ഐക്യതപ്പെടാൻ ഭർത്താവ് തീരുമാനിച്ച് വീടിന്റെ കട്ടളപ്പടിമേൽ കാല് ചവിട്ടുമ്പോൾ തന്നെ ഐക്യതയ്ക്ക് വിരോധമായി ചലിക്കുന്ന ആ ആത്മാക്കൾ ആ വീട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കൊണ്ടിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് കർത്താവ് പറയുന്ന ഒരു പ്രധാന മേഖല, അവന്റെ ദേഹവും അവന്റെ ദേഹിയും അവന്റെ ആത്മാവും കൂടെ ഒന്നിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിപ്പോ എന്നോട് കർത്താവ് പറയുന്ന ഒരു റെവലേഷനാണ്. ഞാൻ പെട്ടെന്ന് പറയാൻ പോവാണ്, ശ്രദ്ധിച്ച് കേട്ടോ. ഇത് പറയുമ്പോൾ തന്നെ ഇവിടെ രോഗങ്ങൾ സൗഖ്യമാവും. ഇപ്പൊ ആത്മാവിൽ യേശുണ്ട്. നമ്മളെല്ലാവരും ആത്മാവിൽ യേശുവിനെ സ്വീകരിച്ചു. നമ്മുടെ എല്ലാവരുടെയും ആത്മാവിൽ യേശുണ്ട്. ഓക്കെ. പക്ഷെ ഈ ആത്മാവിലിരിക്കുന്ന യേശുവിലുള്ള ഐക്യതയിൽ ദേഹി വന്നിട്ടില്ല. അതുകൊണ്ടാണ് യേശുവിന് ഇഷ്ടമില്ലാത്ത കോപം ഇപ്പോഴും നമ്മുടെ ദേഹിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഹലോ. യേശുവിന് ഇഷ്ടമില്ലാത്ത വികാരങ്ങൾ നമ്മളിൽ പ്രകടമാകുന്നത് ഇതുവരെ ഈ ആത്മാവിന്റെ ഐക്യതയിലേക്ക് ദേഹി വന്നിട്ടില്ല. ഇനി മൂന്നാമത്തെ മേഖല, ആത്മാവിന്റെ ഐക്യതയിലോട്ട് ദേഹം വന്നിട്ടില്ല. ദേഹം വന്നിട്ടില്ലാത്തത് കൊണ്ട് ഉള്ള പ്രധാന മേഖല എന്താണെന്ന് ചോദിച്ചാൽ, എന്തെല്ലാം വിടുതലുകൾ ദൈവം അയക്കാൻ ആഗ്രഹിക്കുന്നോ അത് മുഴുവൻ ദേഹിയിലും ദേഹത്തിലും പ്രത്യക്ഷപ്പെടുന്നില്ല. ഇന്നൊന്ന് ഐക്യതയോടെ നിന്നാൽ, ഞാനെന്ന് പറയുന്ന വ്യക്തിയിൽ ഒരു ഐക്യതയൊന്ന് പ്രത്യക്ഷപ്പെടുന്ന ഐക്യതയാൽ ഇപ്പോൾ തന്നെ ദേഹിയുടെ മേലൊരു നിയന്ത്രണം പരിശുദ്ധാത്മാവ് തരാമോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിലിരിക്കുന്ന ക്രിസ്തുവിന്റെ ഐക്യതയിലേക്ക് ദേഹി വരാൻ പോവാ. ഇത് വരുമ്പോൾ ഈ ദേഹിയിലുള്ള വികാര ക്രോധാദികൾ ഒന്ന് പറഞ്ഞു. വികാര ക്രോധാദികൾ അടങ്ങിയതാണ് ദേഹി. ഒന്ന് പറഞ്ഞേ. വികാര ക്രോധാദികൾ അടങ്ങിയതാണ് ദേഹി. ഇതിൻ്റെ അകത്തോട്ട് യേശു കയറാൻ പോവാ എന്ന് പറഞ്ഞാൽ എൻ്റെ വിചാരത്തെ യേശു കൺട്രോൾ ചെയ്യാൻ പോവാ. എൻ്റെ വിചാരത്തെ യേശു കൺട്രോൾ ചെയ്താൽ അന്നേരം തന്നെ ഡോക്ടർ വിളിച്ചു പറയും BP താനേ കുറയും, ഹൈപ്പർ ടെൻഷൻ താനേ കുറയും. അതിവിടെ സംഭവിക്കാൻ പോവുക. എൻ്റെ ആത്മാവിൽ കയറിയ യേശുവിൻ്റെ ഐക്യതയിലേക്ക് ഇന്നെൻ്റെ ദേഹി വരികയാണ്. ദേഹി വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം
ദേഹിയെ കൺട്രോൾ ചെയ്ത ശേഷം എന്റെ ദേഹത്തെ അവൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അതെല്ലാം ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇപ്പോൾ ഇവിടെ സൗഖ്യങ്ങൾ നടക്കും. എങ്ങനെയാണെന്നറിയോ? ദേഹവും ദേഹിയും ആത്മാവും ഒരാളോടുള്ള ഐക്യതയിൽ വന്നാൽ ആത്മാവിൽ യേശു പറയുന്നത് ശരീരത്തിൽ പ്രത്യക്ഷപ്പെടും. നിന്നെ ഇപ്പൊ കർത്താവ് തൊടുന്നു. നീ നിന്റെ കുഞ്ഞു ഇപ്പൊ സൗഖ്യമാകുന്നു. ശക്തി അടിച്ചോണ്ടിരിക്കുന്നു. നോക്കണം ഇവിടെ മേൽ നിന്ന് സ്പിരിറ്റ് അളവുക. Get out! ഇവിടെ ഭയങ്കര അഭിഷേകം ഇറങ്ങി നിൽക്കുന്നു. ആസ്മ, സ്പിരിറ്റ് ഓഫ് ആസ്മ അവളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുക. വലിച്ച് നീ കിടക്കുമെന്ന് പിശാച് പറഞ്ഞു. യേശു പറഞ്ഞു, നോ, നീ സൗഖ്യമായി എഴുന്നേക്കും. കൊച്ചിന്റെ അച്ഛൻ ഇങ്ങോട്ട് വാ. നിങ്ങളുടെ കുഞ്ഞിന് നെഞ്ച് കീറി. കേട്ടോണോ ഞാൻ പറയുന്നത്? ഇത് സംഭവമാണ്. ഇത് നെഞ്ച് കീറി. ഇത് പെൺകുഞ്ഞ ഇവിടെ ഈ പോസ്റ്റ് ഇങ്ങനെ കീറി. സർജറി വേണമെന്ന് പറഞ്ഞ് ആശുപത്രി വിട്ടിരിക്കുക. പറഞ്ഞായിരുന്നു. മെഡിക്കൽ കോളേജ് പറഞ്ഞു വിട്ടിരിക്കുക. എന്റെ പിള്ളേർ രക്ഷപ്പെടൂലെന്നും പറഞ്ഞ്, ഓപ്പറേഷൻ ചെയ്യണ രക്ഷപ്പെടൂലെന്നും പറഞ്ഞ്. അപ്പൊ ഓപ്പറേഷൻ ചെയ്യാതെ യേശു രക്ഷിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള കണ്ടില്ലേ, ഭയങ്കരമായ ദൈവപ്രവൃത്തിയുടെ ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ലോകം മുഴുവൻ. ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സാത്താൻ നിങ്ങളുടെ ഐക്യതയെ തകർത്ത് വാണിട്ടുണ്ടെങ്കിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ദേഹിയിലും ദേഹത്തിലും ആത്മാവിലും ഒരൈക്യത വെളിപ്പെട്ടിട്ട് അവനോട് പ്രതികാരം വീട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് ദൈവം നിങ്ങളെ വളർത്തുവാനായി പോകുന്നു. പിതാവേ, എൻ്റെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ലോകമെമ്പാടും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിക്കുകയാണ് കർത്താവേ. ഇന്ന് ഒരുപാട് വിടുതലുകൾ കർത്താവ് ചെയ്യുന്നല്ലോ. അതിൽ പ്രധാനമായിട്ട് കർത്താവ് ചെയ്യുന്നത് ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബങ്ങൾ, ഐക്യതയെ തല്ലിക്കെടുത്തി ഡിവോഴ്സ് ഫയൽ ചെയ്ത് ഡിവോഴ്സ് വിധിക്കപ്പെട്ട് ഡിവോഴ്സ്ഡ് ആയവർ പോലും ആ തരത്തിൽ ഭയങ്കര വിടുതലുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മേരി എന്നൊരു സിസ്റ്റർ ഈ പ്രത്യേക എപ്പിസോഡിൽ കർത്താവ് ഭയങ്കരമായ നിലയിൽ സ്പർശിക്കുന്നു. ആ മേരിക്ക് ആർത്രൈറ്റിസിൻ്റെ അതികഠിനമായ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്ന യേശുവിൻ്റെ നാമത്തിൽ മേരി ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ തന്നെ ഫിലിപ്പ് എന്ന് പറയുന്നൊരു സ്നേഹിതൻ വിദേശത്ത് പോകുവാൻ ജോലിയുടെ കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് പേപ്പറുകൾ ഫയൽ ചെയ്തിട്ട് കാര്യങ്ങൾ നടക്കാതെ തടസ്സപ്പെട്ട് കിടക്കുന്നു. ദൈവരാജ്യത്തിന്റെ ശക്തി ഇപ്പോൾ ഇറങ്ങി വന്നിട്ട് ഫിലിപ്പിന് വേണ്ടി അത്ഭുതത്തെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. അതുപോലെ തന്നെ കൂത്താട്ടുകുളം കേന്ദ്രീകരിച്ച് ഒരു വസ്തുവിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കോട്ടയത്തുള്ള ഒരു ഫാമിലിയെ ഇപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഈ സമയത്ത് തന്നെ കൂത്താട്ടുകുളത്തുള്ള വസ്തുവിന്റെ വ്യവഹാരത്തെ കർത്താവ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്ന് പറയാനായിട്ട് പറയുന്നു. അതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മറ്റൊരു പ്രധാന വിടുതൽ ഇപ്പോൾ വ്യാപരിക്കുന്നത് കൈ മുതൽ ശരീരം മുഴുവൻ സോറിയാസിസ് പോലെ ത്വക്കിന് പുറത്ത് ചൊറിഞ്ഞളിഞ്ഞുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കർത്താവ് ഈ എപ്പിസോഡിലൂടെ ദൈവരാജ്യത്തിന്റെ ഭയങ്കര ഐക്യത നിന്റെ ജനത്തിന്മേൽ ഇറങ്ങി വരട്ടെ. ട്രിവാൻഡ്രത്ത് തിരുമലയിൽ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ അനുഭവിച്ച അതേ ദൈവ സാന്നിധ്യം നിന്റെ മക്കളുടെ മേൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ അയച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആയി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.